പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിൽ കർത്താവ് പറയുന്നൊരു വാക്ക്, അത് നമ്മളെ എത്രമാത്രം സന്തോഷിപ്പിക്കുമെന്ന് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. എൻ്റെ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കാണ് എന്നൊരു ശതാധിപൻ വന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, ഐ ആം റെഡി ടു കം. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാൻ റെഡിയാണ്. എന്തൊരു വലിയ സന്തോഷം തരുന്ന ഒരു ഒരു ധ്യാനമാണെന്ന് ഓർക്കണം. അത് ഞാൻ റെഡിയാണെന്ന്, നിൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന കർത്താവ്, അതിനെ ആ കർത്താവിനെ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ കർത്താവിൻ്റെ കരുതലിനെ വിസ്മയിപ്പിക്കുന്ന ഒരു വിശ്വാസവുമായിട്ട് ശതാധിപൻ അവിടെ കളം നിറയുന്നത് നമ്മൾ കാണും. കർത്താവിനേക്കാൾ വലുതെന്നല്ല പറയണത്, പക്ഷേ കർത്താവിനെ പോലും വിസ്മയിപ്പിക്കുന്ന വിശ്വാസം എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഈ മനുഷ്യൻ പറയണത്, കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഈ മനുഷ്യനിത് പറയുമ്പോൾ ഇയാളുടെ ഉള്ളിൽ പണ്ടെങ്ങോ ഇസ്രായേൽക്കാരുടെ കൂടെ ഇങ്ങനെ യോഗ്യതയില്ലാഞ്ഞിട്ടും അവരെ പൊതിഞ്ഞു നടന്ന ഒരു ദൈവത്തിൻ്റെ സംരക്ഷണ കവചത്തിൻ്റെ ഓർമ്മയുണ്ടായിട്ടുണ്ടാവുമെന്നറിയില്ല. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ സിയോൻ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. എൻ്റെ വീടിന് മുകളിൽ ഇങ്ങനെ ഒരു അഭയ കൂടാരമായിട്ട് കർത്താവിൻ്റെ കരുതൽ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ പറയണ കാര്യം ഇതാണ്, കർത്താവ്, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല, എൻ്റെ വീട് നിന്നെ ഉൾക്കൊള്ളാനായിട്ട് തക്ക ഒരുങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് നീ പറഞ്ഞാൽ അത് അവിടെ അവൻ അനുഭവിക്കാൻ പറ്റും. വചനം പറയുന്ന നേരത്ത് മനുഷ്യർ സൗഖ്യപ്പെടുന്നതിൻ്റെ പിന്നിലെ കാരണം ഇതാണെന്ന്. ഈ മനുഷ്യർ നമ്മളോട് വിളിച്ചിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പറയുമല്ലോ. ഫോണൊക്കെ ചെയ്ത് പറയാച്ചാ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളാണ്, വലിയ വലിയ പ്രയാസങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യർ പറഞ്ഞിട്ട് വേറെ ഒന്നും ചോദിക്കാറില്ല. അവരാകെ പറയാറുള്ള വെച്ചാൽ ഒന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ അൾത്താരയിൽ, പരിശുദ്ധ കുർബാനയിൽ, ജപമാലയിൽ ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കിട്ടുമെന്ന്, ഏതോ ഒരു ആശുപത്രിയിൽ കിടക്കുന്ന മനുഷ്യർക്ക് സൗഖ്യം കിട്ടുമെന്ന് ഈ മനുഷ്യർ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇതേ കാര്യമാണ് ഇന്നത്തെ ശതാധിപൻ പറയണത്, കർത്താവ്, അങ്ങൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, പക്ഷെ അങ്ങൊന്ന് കൽപ്പിച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ മതി, അവൻ അവിടെ സൗഖ്യം കിട്ടിയിരിക്കും. പ്രിയപ്പെട്ടവരൊക്കെ എവിടെ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി അവരെ പൊതിയും. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയല്ല, അതിൽ സംപ്രീതനാവുന്ന കർത്താവിൻ്റെ കരുതലാത്. തമ്പുരാനെ, എൻ്റെ മോനെ കാത്തോളണേ, എൻ്റെ മകൾക്ക് സംരക്ഷണം കൊടുക്കണേ, എൻ്റെ അപ്പനെ ഒന്ന് നോക്കിക്കൊള്ളണേ, എൻ്റെ അമ്മയെ സംരക്ഷിക്കണമേ. ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്ന കാര്യമാണ്. സ്കൂളിൽ പോയിരുന്ന് കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ അമ്മയ്ക്ക് സംരക്ഷണം കിട്ടും. ഗ്യാസ് പൊട്ടിത്തെറിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു തറയിൽ തെന്നി വീഴാവുന്ന, ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യം. നിലപ്പുറത്ത് ജോലി ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ താഴെ വീഴില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? പക്ഷേ അങ്ങനെ താഴെ വീഴാതെ കാക്കണത് വീട്ടിലിരുന്ന ആരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് തന്നെയാണ്. വണ്ടിക്ക് പോകുമ്പോൾ എന്തൊക്കെ ആക്സിഡൻറ്റാണ്. ഇങ്ങനെ ഓരോന്നും അകലങ്ങളിലായിരിക്കുന്ന, ഈ നാട് വിട്ടു പോയിരിക്കുന്ന നമ്മുടെ മക്കൾ അവിടെ വഴിയരികിൽ ഏതെങ്കിലും ഒരു ബെഞ്ചിൽ ചെന്നിരുന്ന് മുഖം പൊത്തിക്കരയുന്നതിൻ്റെ ഒരു ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ മാത്രമല്ല, ഇത്രയും കാലം പരിചയമില്ലാത്തതിൻ്റെ കഠിനമായ ജോലി ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ പ്രയാസങ്ങളുണ്ട് അവർക്ക്. ഇവിടെ നിന്ന് നമ്മൾ ഈ മലയാളം ആക്സെൻറ്റിലൊക്കെ പഠിച്ചിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സ് പറയണത് എന്താണെന്ന് പോലും പിടുത്തം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വീട്ടിൽ പറയാൻ പറ്റുമോ? എത്ര മുടക്കിയിട്ടാണ് പോയിരിക്കണേ, എന്തൊക്കെ പ്രതീക്ഷകളോടാണ് പോയിരിക്കണേ. ഇവരെയൊക്കെ പൊതിയുന്നത്, ഇവരെപ്പോഴും അവരെ പിടിച്ചു നിൽക്കുന്നത് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ അപ്പനും അമ്മയൊക്കെ രാത്രികളിൽ ഉരുക്കഴിക്കുന്ന ജപമാല പ്രാർത്ഥനയുടെ ശക്തിയിലാണ്. രാവിലെ അർപ്പിക്കുന്ന, അവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയുടെ ശക്തിയാലാണ്. ഈ ശതാധിപൻ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ട്. നമ്മൾ ഓരോരുത്തരും തന്നെയാണ് മിക്കവാറും.
അത് ഇങ്ങനെ മുടങ്ങാതിരിക്കട്ടെ. അത് മുടങ്ങാതിരിക്കുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് പോലെ അവിടെ സമ്മേളിക്കുന്നവർക്ക് മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപവും കർത്താവ് സ്ഥാപിക്കും. കർത്താവിൻ്റെ മഹത്വം അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും മുകളിൽ ഇങ്ങനെ കർത്താവ് ഒരു കൂടാരവും വിധാനവുമായി അവർക്ക് അഭയം നൽകി കാക്കുന്ന പരിചയമായി ഇങ്ങനെ കർത്താവ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കട്ടെ. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. അകലങ്ങളിൽ നിന്നുള്ള നമ്മുടെ പ്രാർത്ഥന ആരെയൊക്കെയോ സ്വാസ്ഥ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്, സ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാവട്ടെ ഇന്നത്തെ രാത്രികളിൽ നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. തീർച്ചയായും ഈ നിമിഷങ്ങളിൽ തന്നെ അഭയമായി, കൂടാരമായി, സംരക്ഷണമായി അവർക്കത് അനുഭവിക്കാൻ പറ്റും. അത് കർത്താവാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യും. അവരുടെ തിരുമുൻപിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച്, കർത്താവെ, ഞങ്ങളുടെ മേൽ മാത്രമല്ല, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ വഴിയായി അവരുടെ മേലും അനുഗ്രഹത്തിൻ്റെ ആശീർവാദത്തിൻ്റെ ഒരു കൂടാരം നിലകൊള്ളട്ടെ എന്ന വലിയ അപേക്ഷയോടുകൂടെ അവിടുത്തെ ആശീർവാദം അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശു വരക്കാതെ കിടന്ന ചില രാത്രികളിൽ പോലും നമ്മൾ എത്ര സ്വസ്ഥമായി ഉറങ്ങിയിട്ടുണ്ട്. വഴിയരികിൽ കിടക്കുന്നവരുടെ മേലേക്ക് വണ്ടി കയറിപ്പോവാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? ഇങ്ങനെ ഒരുപാട് ഭ്രൂണഹത്യകൾ പെരുകുന്നിടങ്ങളിൽ നമ്മളുടെ ചുറ്റും ഇപ്പോഴും ജീവനോടുകൂടെ കുഞ്ഞുങ്ങൾ പിറക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ടെന്നേ. ഇതുപോലെ എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രാർത്ഥനയുടെ ഒരു പിൻബലം കിട്ടുന്നുണ്ട്. ആരിൽ നിന്നൊക്കെയോ ഉറപ്പാണത്. ആ ഒരു ഉറപ്പിന്മേലും സന്തോഷത്തിന്മേലും നമുക്ക് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആർക്കൊക്കെയോ വേണ്ടിയുള്ള പ്രാർത്ഥനയൊന്നുള്ളിൽ നിറയ്ക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ.